Okay, our next topic is scaling in electrostatic forces. Consider two parallel plates separated by a distance small d. Length be capital L and width of the plate be capital W. So the potential energy stored in the capacitor will be U is equal to half CV square. ഇതിൽ C എന്ന് പറയുന്നത് capacitance ആണ്, that is epsilon A divided by D. So U നമുക്ക് ഇങ്ങനെ എഴുതാം. Then in linear scale, permittivity എന്ന് പറയുന്നത് എപ്സിലോൺ സീറോയും എപ്സിലോൺ ആറും ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ റൈസ് ടു സീറോ ആണ്. അപ്പോൾ അത് നോക്കണ്ട. ദെൻ വിഡ്ത്ത് ലെങ്ത് ആൻഡ് ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ, ദറ്റ് ഈസ് എൽ റൈസ് ടു 1. ദെൻ വോൾട്ടേജ് എങ്ങനെ സ്കെയിൽ ചെയ്യും? ഹിയർ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റഡ് ബേസ്ഡ് ഓൺ ദ പാഷൻസ് ലോ. സോ എന്താണ് പാഷൻസ് ലോ? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ് ഇൻ എ ഗ്യാസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് and the pressure applied. Actually, Paschen study ചെയ്തത് a variation of breakdown voltage ആണ് with respect to pressure and distance between parallel plates. ആ ഒരു പ്ലോട്ട് നോക്കുക. എക്സ് ആക്സിൽ ഗ്യാപ്പാണ് എടുത്തിരിക്കുന്നത്, പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിയിരിക്കുകയാണ്. വൈ ആക്സിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ അപ് ടു 5 മൈക്രോമീറ്റർ ഗ്യാപ്പ്, അപ് ടു 5 മൈക്രോമീറ്റർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡ്രോപ്പ് ചെയ്യാണ്. സോ ആഫ്റ്റർ എ പോയിൻറ്റ് 10 മൈക്രോമീറ്റർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, ആഫ്റ്റർ 10 മൈക്രോമീറ്റർ ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഈസ് ലീനിയർലി ഇൻക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു ദ ഗ്യാപ്പ്. ലീനിയർ സ്കെയിൽ നമുക്ക് ഇങ്ങനെ പറയാം: ഫോർ ഡി ഗ്രേറ്റർ ദാൻ 10 മൈക്രോമീറ്റർ വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ റൈസ് ടു 1. ഓക്കെ, ദെൻ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ആ എഴുതിയ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ലീനിയർ സ്കെയിലിങ്ങിൽ പറയുമ്പോൾ യു ഇസ് പ്രൊപ്പോർഷണൽ ടു പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എൽ റൈസ് ടു 0 ആണ്, വിഡ്ത്ത് എന്ന് പറയുന്നത് എൽ റൈസ് ടു 1, ലെങ്ത് എന്ന് പറയുന്നത് എൽ റൈസ് ടു 1. ദെൻ പാഷൻസ് എഫക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എൽ റൈസ് ടു 1 ആണ്. ദെൻ ഡിവൈഡ് ബൈ 2D. അതിൽ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ആണ്. ലീനിയർ സ്കെയിലിൽ ദാറ്റ് ഈസ് എൽ റൈസ് ടു 1. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും: ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ റൈസ് ടു 3. അതിൻ്റെ മീനിങ് ഇതാണ്: എ 10 times reduction of linear size of electrodes will result 10 raised to 3 times, that is 1000 times reduction in potential energy. അത് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് സ്കെയിലിംഗ് കൂടി നോക്കാം. മിസ്അലൈൻ പാരലൽ പ്ലേറ്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 3 ഫോഴ്സ് എലമെൻറ്റ്സ് ആണ് അവിടെ വരുന്നത്. നോർമൽ ഡയറക്ഷൻ, ലെങ്ത് വൈസ് ആൻഡ് വിഡ്ത്ത് വൈസ് ഡയറക്ഷനിൽ ഫോഴ്സ് എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം നോർമൽ ഫോഴ്സ് എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം: മൈനസ് ഡോ യു ഡിവൈഡ് ബൈ ഡോ ഡി. നോർമൽ ഡയറക്ഷനിലാണ് ചേഞ്ച് വരുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഇക്വേഷൻ. ലീനിയർ സ്കെയിലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ റൈസ് ടു 2. ദെൻ വിഡ്ത്ത് വൈസ് ഫോഴ്സ് എലമെൻറ്റ് മൈനസ് ഡോ യു ഡിവൈഡ് ബൈ ഡോ ഡബ്ല്യു ആണ്. വിഡ്ത്ത് വൈസ് ആണ് ചേഞ്ച് വരുന്നത്. ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ലീനിയർ സ്കെയിലിൽ അഗെയിൻ ഇറ്റ് ഈസ് എൽ റൈസ് ടു 2. ദെൻ ലെങ്ത് വൈസ് ഫോഴ്സ് എലമെൻറ്റ് എഫ് സഫിക്സ് എൽ, that is minus dou u divided by dou L. ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. എഗെയിൻ ലീനിയർ സ്കെയിലിൽ എൽ റൈസ് ടു 2 ആണ്. അവിടെ 3 ഫോഴ്സ് കമ്പോണൻസും, അതായത് നോർമൽ ഡയറക്ഷൻ, വിഡ്ത്ത് വൈസ് ആൻഡ് ലെങ്ത് വൈസ് ഫോഴ്സ് കമ്പോണൻസും ലീനിയർ സ്കെയിലിൽ എൽ റൈസ് ടു 2 ആണ്. മീനിങ് ഇതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ 10 times reduction in electrode's linear dimension will result 10 raised to 2 times, that is 100 times reduction in magnitude of the electrostatic forces. Okay. നെക്സ്റ്റ് സ്കെയിലിംഗ് ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസ് നമുക്ക് നോക്കാം. ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസ് ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഓർ കണ്ടക്ടിംഗ് ലൂപ്പ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ബൈ പാസിംഗ് കറണ്ട് ത്രൂ ദ കണ്ടക്ടർ. ദെൻ ദ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, ദാറ്റ് ഈസ് EMF, ഇറ്റ് ഈസ് എ ഫോഴ്സ് ദാറ്റ് ഡ്രൈവ്സ് ദ ഇലക്ട്രോൺസ് ത്രൂ ദ കണ്ടക്ടർ. ദെൻ ദ എനർജി റിക്വയർഡ് ടു ഡ്രൈവ് ദീസ് ചാർജസ്, ക്യാപിറ്റൽ U is equal to 5 square divided by 2L. ഇതിൽ 5 എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്, ക്യാപിറ്റൽ L എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ആണ്. ഇതിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ടൈം കറണ്ട് ആണ്, ദാറ്റ് ഈസ് L ഇൻറ്റു I. ഇപ്പോൾ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം: 1/2 times Li square. സോ ദ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് വിൽ ബി F is equal to dou U divided by dou X with current as constant. Then F will be 1/2 I square dou L divided by dou X. Then ഐനെ എങ്ങനെയാണ് ലീനിയർ സ്കെയിലിൽ പറയുന്നത്?
വോൾട്ടേജ് നമ്മൾ പറഞ്ഞായിരുന്നു, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു L റൈസ് ടു 1 ഇൻ ലീനിയർ സ്കെയിൽ. ദെൻ റെസിസ്റ്റൻസ് എങ്ങനെയാണ്? റോ എൽ ഡിവൈഡ് ബൈ എ എന്നാണ്. അപ്പോൾ ലീനിയർ സ്കെയിലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ലെങ്ത് L റൈസ് ടു 1 ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് L റൈസ് ടു 2 ആണ്. സോ നമുക്ക് ഇങ്ങനെ കിട്ടും റെസിസ്റ്റൻസ് ലീനിയർ സ്കെയിൽ ദറ്റ് ഇസ് L റൈസ് ടു -1. ദെൻ ബേസ്ഡ് ഓൺ ഓംസ് ലോ I ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ R, അതായത് L റൈസ് ടു 1 ഡിവൈഡ് ബൈ L റൈസ് ടു -1. ഇപ്പോൾ ലീനിയർ സ്കെയിലിൽ ഫോർ കറണ്ട് I ഈസ് പ്രൊപ്പോർഷണൽ ടു L റൈസ് ടു 2. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ F ഈസ് പ്രൊപ്പോർഷണൽ ടു I² ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. സോ I എന്ന് പറയുന്നത് ലീനിയർ സ്കെയിലിൽ L റൈസ് ടു 2 ആണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു L റൈസ് ടു 4. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് സ്കെയിലിങ്ങും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് സ്കെയിലിങ്ങും നമ്മൾ പറഞ്ഞു. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിലാണെന്നുണ്ടെങ്കിൽ F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L റൈസ് ടു 2 ഇൻ ലീനിയർ സ്കെയിൽ. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു L റൈസ് ടു 4. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ടൈം റിഡക്ഷൻ ഇൻ സൈസ് will result 10 raised to 4 times reduction for the magnitude of electromagnetic force. At the same time, electrostatic force magnitude എത്ര ടൈംസ് റെഡ്യൂസ് ചെയ്യുള്ളൂ? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു L റൈസ് ടു 2 ആണ്. ദറ്റ് ഈസ് 10 റൈസ് ടു 2 ടൈംസ് റിഡക്ഷനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാഗ്നിറ്റ്യൂഡിൽ വരുന്നുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ആണ് കൂടുതലും ആക്ച്വേഷൻ മെത്തേഡ്സിൽ യൂസ് ചെയ്യുന്നത് ഇൻ MEMS. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് യൂസ് ചെയ്യുന്നില്ല എന്നല്ല, അതും യൂസ് ചെയ്യുന്നുണ്ട്. ആംഗുലാർ മൂവ്മെൻ്റൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് ആക്ച്വേറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. എനിവേ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ് പ്രിഫറബിൾ ഓവർ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്കെയിലിംഗ് ഇൻ ഇലക്ട്രിസിറ്റിയും സ്കെയിലിംഗ് ഇൻ ഫ്ലൂയിഡ് മെക്കാനിക്സും നോക്കാം. ഓക്കെ.